പരിശുദ്ധ റമദാനാകുമ്പോൾ 11 മാസവും 5 നേരം ജമാഅത്തിന് പങ്കെടുത്തിരുന്നവർക്ക് റമദാനായാൽ പല വഖത്തുകളും നഷ്ടപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വഖത്താണ് മഗ്രിബ്. മഗ്രിബ് ജമാഅത്തിന് ആണുങ്ങൾ പലരും പോകൂല. എന്താ കാരണം? നോമ്പ് തുറക്ക് വിളിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്ക് ക്ഷണിക്കുന്നവരോട് പറയുക, എന്റെ മഗ്രിബ് ജമാഅത്ത് നഷ്ടപ്പെടും വിധത്തിലാണോ നിങ്ങളുടെ നോമ്പ് തുറ ക്രമീകരിച്ചിട്ടുള്ളതെങ്കിൽ ദയവായി എന്നെ വിളിക്കരുത്. കാരണം ഇന്ന് വരെ 11 മാസവും ഞാൻ മഗ്രിബിന് പള്ളിയിൽ ജമാഅത്ത് നിസ്കരിച്ചവനാണ്. റമദാനിലാണെങ്കിൽ അതിന്റെ പുണ്യം ഏറെയുമാണ്. ആ റമദാനിൽ നിങ്ങളുടെ ഒരു ക്ഷണം സ്വീകരിച്ച് നോമ്പ് തുറക്ക് ഞാൻ എത്തിക്കഴിഞ്ഞാൽ എന്റെ മഗ്രിബ് എനിക്ക് നഷ്ടപ്പെടാൻ, ജമാഅത്ത് നഷ്ടപ്പെടാൻ കാരണമാകരുത് എന്ന് പറയാൻ സാധിക്കണം. അപ്പൊ അതിന് ഇഫ്താറിന് വിളിക്കുമ്പോൾ നിങ്ങൾ പരിശോധിച്ചോളി, നിങ്ങൾ ജമാഅത്ത് പോകണം. നീ ഇഫ്താറിനൊന്നും പോകണില്ല, വീട്ടിൽ നിന്നാണ് നോമ്പ് തുറക്കണത്, അവർക്കും കിട്ടൂല. വീട്ടിൽ നിന്നാണ്ടിരുന്നാൽ എന്താണെന്നറിയാം, ഇതുവരെ എല്ലാവർക്കും ഉണ്ടാവും കൊതിയല്ലേ, നോമ്പ് നോറ്റിങ്ങനെ വിശന്നിരിക്കല്ലേ, ഫ്രൂട്ട്സ് ഒരു ഭാഗത്ത് കട്ട് ചെയ്തിരിക്കണത്, വെള്ളം അങ്ങനെ കുറിച്ച് വെച്ചിരിക്കണം, എന്താണെന്ന ആവേശം, പ്ലേറ്റ് കൊടുന്ന് വെക്കാനും വെക്കാനൊക്കെ അങ്ങനെ നിറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തുനിന്ന് പള്ളിയിലേക്കാണ് പോകാൻ തോന്നൂല. നമ്മളെ മനസ്സ് പറയും കുടിച്ചിട്ടാണ് പോകാം, നോമ്പ് പറഞ്ഞിട്ടാണ് പോകാം, കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല, നല്ല കാര്യം. കുടുംബത്തിന്റെ ഒപ്പം കൂടിയിരുന്ന് നിങ്ങൾ നോമ്പ് പറഞ്ഞിട്ട് തന്നെ പോയിക്കോളൂ. പക്ഷേ നിങ്ങളെ പള്ളിയിലെ സമയം എത്രയാണ് നോക്കണം. നിങ്ങൾ നോമ്പ് പറഞ്ഞിട്ടാണ്ട് എത്തുമ്പോഴേക്ക് അവിടെ ജമാഅത്ത് കഴിയോ, 1-ാം സഫ് പോകുമോ, ഒക്കെ നോക്കിക്കോളി. കാരണം 1-ാം സഫ് അത് കിട്ടണ എപ്പോഴാണ്? റമദാനിലാണ്. റമദാനിൽ അല്ലാത്ത കാലത്ത് തന്നെ ലൗ യഅലമുന്നാസു മാ ഫി സഫിൽ അവ്വലി വമാ ഫി നിദായി, 1-ാമത്തെ സഫിൽ നിന്ന് നിസ്കരിച്ചാലുള്ള കൂലി എങ്ങാനും ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് എല്ലാ കാലത്തും ഉള്ളതാണ്. റമദാനിലാകുമ്പോഴോ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അറിയേണ്ടി വരും. അത്ര മഹത്വ. എന്നിട്ട് അത് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മളിവിടെ ഒരു ജ്യൂസ് കുടിക്കാൻ നിൽക്കുന്നു. വെള്ളം കുടിച്ചൊരു കാലത്തിൽ നിന്ന് വേഗം ഓടിക്കോ, വീട്ടിൽ നിന്ന് കുട്ടികളെ കൂടെ തന്നെ നോമ്പ് തുറന്നോ, വേഗം പള്ളിയിലേക്ക് പോയിക്കോ. അപ്പം എന്തായാലും കിട്ടും, ഒരു 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. 10 മിനിറ്റ് എന്തായാലും ഉണ്ടാവും. പ്രശ്നം അതല്ലേ. ഒന്നിങ്ങനെ കഴിക്കുമ്പോൾ ഒരു സമൂസ ഒന്ന് കഴിക്കട്ടെ, ഒരു വേറെ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ, പിന്നെ അങ്ങനെ നേരം പോയി കൈ കഴുകാണ്ട് ഇറങ്ങുമ്പോൾക്ക് അവിടെ ഒരു റക്കായത്ത് കഴിഞ്ഞ് ചിലപ്പോൾ മസ്ബൂഖ് കൈ നമ്മൾ. ആ മഹത്വം നമുക്ക് കിട്ടുമോ? ആ മഹത്വം നമ്മുടെ ആപ്പിൾ കണ്ടത്തിനുണ്ടോ? ആ മഹത്വം ഒരു ബത്തക്കണ്ട കഷ്ണം തിന്നാൽ കിട്ടുമോ? ഇതൊക്കെ നിസ്സാരാന്ന് തോന്നും. 30 ദിവസവും തന്നെ സംഭവം. പല വീടുകളിലും സമയത്തിന് ജമാഅത്തിന് എത്തൂല മഗ്രിബിന്. എന്താ കാരണം? ഈ ഇഫ്താർ, ഒന്നുകിൽ അന്യന്റെ ഇഫ്താർ അല്ലെങ്കിൽ സ്വന്തം ഇഫ്താർ. ശ്രദ്ധിക്കുക, മഗ്രിബ് ജമാഅത്ത് എനിക്ക് റമദാനിൽ നഷ്ടപ്പെടൂല എന്ന് എല്ലാവരും തീരുമാനിക്കുക. അതിനൊന്നുകിൽ വീട്ടിൽ നിന്ന് നോമ്പ് തുറന്ന ഉടനെ തന്നെ ജമാഅത്ത് കണക്കാക്കി വേഗം പോകുക. അതിനേക്കാണൊക്കെ നല്ല എന്താ പറയുക, ആ തിരക്കൂട്ടിയുള്ള ഓട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തിയതല്ലേ. നിങ്ങൾ ഈ ഇഖാമത്ത് കേട്ട പള്ളിയിൽ ഓടരുത് എന്നല്ലേ പറഞ്ഞത്? അലൈക്കും ബി സക്കീനത്തി വൽ വഖാർ. നിങ്ങൾ വളരെ ഗാംഭീര്യത്തോടെ ശാന്തമായി നടന്നു പോകണമെങ്കിൽ മഗ്രിബിന്റെ തൊട്ട് മുമ്പ് പോയിക്കോളി. വീട്ടിൽ നിന്നാണോ പോണത്? ജോലി സ്ഥലത്തുള്ളവരോടൊന്നും ഞാൻ അത് പറയുന്നില്ല. അവരൊക്കെ ഓരോരുത്തരുടെ കഴിവുകേടും ഒക്കെ റഹ്മാനായ റബ്ബിനറിയാലോ. ഒരു 2-3 കാരൊക്കെ ഒരു ടിഷ്യൂല് പൊതിഞ്ഞിട്ട് നിങ്ങളാണ് പോയിക്കോ. വെള്ളം പള്ളിയിൽ എന്തായാലും ഉണ്ടാവും. അവിടെ പോയി 1-ാം സഫിലിരിക്ക്, അവിടെ ബാങ്കിനെ പ്രതീക്ഷിച്ചിരിക്ക്. ബാങ്ക് കൊടുക്കുന്നു, ബാങ്കിന് ഇജാബത്ത് പറയുന്നു. എത്രയാ മഹത്വം! അതിന് ശേഷം ദുആ ചെയ്യുന്നു. റമദാനില്ല, നോമ്പുകാരനാണ്, എന്തൊക്കെ മഹത്വമാണ്! 1-ാമത്തെ സഫിലാണ്, അവിടെ ഇമാമിന്റെ കൂടെ ആദ്യ തക്ബീറിൽ കിട്ടുകയാണ്, എല്ലാ അർത്ഥത്തിലും കിട്ടുകയാണ്. അതും കഴിഞ്ഞിട്ട് നീറ്റ് പോകുന്നൂടെ? അപ്പൊ ഒരു കാരക്കും വെള്ളം കൊണ്ടുപോയാൽ പോരെ പള്ളിയിലേക്ക്. മഗ്രിബ് ശ്രദ്ധിക്കുക.